നമ്മളുടെ പുതിയ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡിലേക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ മോബ് ഫാം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ മോബ് ഫാം ഉണ്ടാക്കുന്ന ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. കാര്യത്തിൽ മാത്രമല്ല, നമ്മളിന്ന് ഇത് ചെയ്തപ്പോൾ അപ്പോൾ അയൺ ആർമറിലേക്ക് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്താണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിന്ന് ഇതിൻ്റെ മോബ് ടെസ്റ്റ് ചെയ്താൽ അതിനായിട്ട് ഗൈസ് ഞാനൊരു അയൺ സ്വാഡ് ഉണ്ടാക്കി. അത് ഫ്രഷ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫ്രഷ് ഉണ്ടാക്കിയത് ഗൈസ്. ഇനി നമുക്ക് എന്താണെന്നറിയാം, ഇവിടുന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് അടിയിലെത്തിയോന്ന് നോക്കണം. അടിയിലെത്തിയിട്ട് നമുക്ക് അടിയിലേക്ക് പോയിട്ട് വേണം നമുക്ക് ഇനി ബാക്കി പരിപാടികൾ ചെയ്യാൻ. നമ്മളെ ഇതിലൊരു സ്റ്റാക്ക് ലാഡറുണ്ട്. ആ ലാഡറിൽ പേടിച്ചാല അപ്പം കഴിഞ്ഞില്ലേ, തീരുന്നില്ലേ, ഇനി ഉണ്ടോ? ഓക്കെ ഇവിടെയും വെച്ചങ്ങാണ്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോവുക. ഞാനൊരു സ്റ്റാക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു, അതാണ് ഈ കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇത് മാത്രമല്ല പരിപാടി. അയ്യോ, ഇവിടെ കുറച്ച് ഓവറായി. ഇത് മാത്രമല്ല പരിപാടി, എന്താ നമ്മൾ ഇന്ന് ഇത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നോട്ടൽ ഷെല്ലൊക്കെ കിട്ടിക്കണമല്ലോ, കുഴപ്പമില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്റ്റോറേജ് റൂം റെഡിയാക്കിങ്ങാണ്ട് കോപ്പർ ഗോളത്തെ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ കോപ്പർ ഗോളത്തെ ഉണ്ടാക്കാൻ പോവാണ്. അതാരാന്ന് ചോദിച്ചാൽ അത് നമ്മളെ ചെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. എന്താ ഡ്രൗണ്ടാവേ ഞാനൊക്കെ പൊക്കിക്കൊണ്ട് അയ്യോ വാട്ടർ ബക്കറ്റ് ഊമ്പി. ഇത് നമുക്ക് പൊട്ടിച്ചെടുത്തങ്ങാണ്ട് അടിയിൽ പോകാം ഗൈസ്. ഡീസ്പോൺ ആവുന്നതിന് മുന്നേ നമുക്ക് അടിയിൽ കത്താം. ഓക്കെ, നമ്മൾ അടിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് പോന്നട്ടെ. പഠിച്ചാനേ ഇതൊക്കെ ഞാൻ എത്ര നേരം എന്നറിയാം. ആ ഗുഹൻ്റെ ഉള്ളിലാണെങ്കിൽ ആകെ ഏറ്റവും വേണ്ടില്ല. PvP മാസ്റ്ററാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. ഇവിടുന്ന് വാട്ടർ ബക്കറ്റ് വെച്ചങ്ങാണ്ട് ഓക്കെ, ഇതിൻ്റെ ഒരു സീക്രട്ട് എൻട്രൻസ്. നമ്മൾ അതിനായി തിരിച്ച് മാത്രമുള്ള കരയപ്പങ്ങൾക്കും അങ്ങനെ നമ്മൾ സാധനങ്ങൾ വെക്കുന്നു. റോട്ടൺ ഫ്ലഷ് ഇതേക്ക് മറ്റുള്ള ഷെല്ല് ബക്കറ്റ് വെറുതെ വെക്കണ്ട. പിന്നെ ഇത് ഇങ്ങോട്ട്. ഓക്കെ, നമുക്ക് സ്റ്റോറേജ് റൂമിൻ്റെ ഒരു പണിയിലേക്ക് പോവാം. ഇത് ഈ മോബ് ഫാം ഉണ്ടാക്കുമ്പോൾ ആദ്യം വെക്കേണ്ടതാണിത്. സ്റ്റോറേജ് റൂമൊക്കെ ആ കോപ്പർ കോളും ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ഇവിടെയാണ് ഗൈസ് നമ്മൾ വെക്കണത്. ഇനി പെട്ടെന്ന് ക്രീപ്പറൊന്നും വന്ന് പൊട്ടിത്തെറിച്ചാണ്ട് ചാവാതിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ എത്ര 1 2 3 4 5
8 ബ്ലോക്ക് അങ്ങോട്ട് പോകണം. 5 മതി. ഞാനത് ചെയ്തിട്ട് തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ. നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് റൂമാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തേക്ക് മാത്രം നമ്മൾ എൻഡർ ഡ്രാഗനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ മെയിനായിട്ടും അതിനായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വലിയൊരു സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ബിൽഡ് ചെയ്യണം ഗൈസ്. അയൺ സ്വാഡ് അവിടെ വെച്ചാണ്ട് ഇതും വെച്ച് അതവിടെ വെച്ചിട്ട് രാത്രിയായി. അപ്പോൾ സലാമലൈക്കും. ഡോറ് വെച്ചാണ്ട് പിന്നെ ബേസിൻ്റെ വലിപ്പം ഒന്ന് ചെറുതായി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവിടെ ഒക്കെ ഒന്ന് ടോർച്ച് വെച്ചു. എന്തായാലും രാത്രി പോയി കാണാറട്ടെ. എന്നിട്ട് നമ്മളൊന്ന് കോപ്പർ ഗോളത്തെ വെച്ചാണ്ട് വേണം നമ്മളെ ചെസ്റ്റ് വെക്കാൻ. കോപ്പർ ഗോളത്ത് വെക്കാൻ ബേസിലൊരു കോപ്പർ ഉണ്ട്. ആ കോപ്പർ ഒന്നുള്ളൂ തോന്നി. ഒരു ഒന്നല്ലേ. നമുക്ക് ഈ തറ മൊത്തം അടിഭാഗം മൊത്തം എന്താ ഡെർട്ടേറ്റ്, ഈ ഭാഗം മൊത്തം ഡെർട്ടേറ്റും ചേച്ചാണ് നമ്മളൊരു പണിയെടുക്കുന്നുണ്ട്. ഈ ഭാഗം മൊത്തം ഡെർട്ടിൻ്റെ കുറവുണ്ട്. അത് കൂടി നോക്കട്ടെ. ഇവിടെയും ഇതിൻ്റെ സ്വിച്ച് ഭയങ്കര സെൻസിറ്റിവിറ്റി ഇല്ല. വാട്ടർ ക്ലച്ചിങ് എന്തായാലും വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഡാമേജ്. വാട്ടർ ക്ലച്ചിങ് അടിച്ചു. ഇത്ര മതി. ഇവിടെ കോപ്പർ അവിടെ ഉണ്ട് കോപ്പർ. നമുക്കതാണ് വേണ്ടത്. ഒരു കോപ്പർ ബ്ലോക്ക് ഉണ്ടാക്കണം. അവിടെ വേണ്ട പോയിക്കോ. അതിൻ്റെ അറ്റത്ത് പോയിക്കോ. അല്ല പിന്നെ ഫൈറ്റ് ചെയ്യാൻ എൻ്റെ എജിൽ സ്വാഡില്ല, ആക്സ് ഒന്നും അതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാത്തത് ഗൈസ്. അല്ലാതെ ചെടിയൊന്നുമില്ല. ഓക്കെ, എത്ര മതിയാവേക്കും. കുറിച്ചാണ് എന്താ നമുക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ന്യൂസിൽ നേരത്ത് കോള് കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് അയ്യോ ഇനി അതിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ ക്രീപ്പറും എല്ലാം പൊട്ടിത്തെറിച്ചു. ടാറ്റ അങ്ങാടി കോഴിക്കോട്ടോ, അവിടെ ഉണ്ട് സ്ഥലം. ടാറ്റ, നാളെ കാണാം. ഞാൻ കാണുന്നില്ല. ഡയറക്റ്റ് പിടിച്ചിട്ടുണ്ട്. കിട്ടിയാ ഇത് കയറാല്ല. അതൊക്കെ സ്പെഷ്യൽ ബ്ലോക്ക് തന്നെയാണ്. കയറാല്ല സ്പെഷ്യൽ ബ്ലോക്ക്സ്.
പ്ലസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫോർമസിൽ വെച്ചുകൊണ്ട് സ്മെൽറ്റ് ചെയ്തെടുക്കാം. കൊടുത്തില്ല, ക്രീപ്പറൊന്നുമില്ലല്ലോ. ഇല്ല, കോൾ അവിടെ ഉണ്ട്. കോൾ എടുത്തിട്ട് വേണം നമുക്കത് സ്മെൽറ്റ് ചെയ്തിട്ട് കോപ്പർ കോളത്ത് ഉണ്ടാക്കിയിട്ട് വീടുന്നു അതിൻ്റെ ചെയ്യാൻ. അല്ല പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ട് ഇത്ര നാൾ വൈകി എന്നുള്ളത് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ഗൈസ്. കാരണം ഞാൻ 8ലാണ്, മാത്രമല്ല എക്സാം കഴിഞ്ഞപ്പോൾ അടുത്തൊക്കെ, അതുകൊണ്ട് കുറച്ച് വൈകി തന്നെ ഉള്ളൂ. അല്ലാതെ സെപ്പറേറ്റ് വേറെ റീസൺസ് ഒന്നുമില്ല. ഞാൻ അത് ക്ലച്ച് ചെയ്ത് അപ്പോൾ കൂടി എന്നിട്ട് ഞാൻ നമുക്ക് വില്ലേജ് കണ്ടുപിടിച്ചിട്ട് വേണം ട്രേഡിങ് ഹാള് സെറ്റ് ചെയ്യണം. പിന്നെ ബ്രീഡർ പറ്റുകയാണെങ്കിൽ സെറ്റ് ചെയ്യണം. ഹലോ, ഞാനെങ്കിൽ ആ ഗുഹയൊക്കെ പോകണമെന്ന്. അയ്യോ, വീണിട്ടുണ്ടെങ്കിണ്ടല്ലോ കഴിഞ്ഞ കഥ. ഒക്കെ കിട്ടി. ഒരു ഐഡിയ അഫാരം തന്നെ. ഒറ്റ സോംബീസ് ഭാഗത്തുകൂടി എന്തായാലും കയറാൻ പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കോഴി ഉണ്ട് കേട്ടോ, 19 നാലൊരുക്കട്ടെ. ഇനിയിത് ഒന്ന് ബ്ലോക്ക് ആവണത് വരെ ബ്ലോക്ക് ആക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പത്തിന് കുറച്ച് വലിയൊരു സ്പേസും കൂടി ഉണ്ടാക്കട്ടെ. രണ്ട് ഇത്ര മതി. എത്ര മതിയാക്കും ഇവിടുന്ന്. അപ്പം ഇത്രയും ഭാഗം എടുക്കണം. ഗ്രാനൈറ്റ് ഭയങ്കര. ഞാൻ കഴിഞ്ഞൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ഇട്ട് മൂഞ്ചിരുന്നു ആ സ്ഥലത്തും. അപ്പം അന്ന് വില്ലേജറിൻ്റെ ഒരു പെരയിലായിരുന്നു ഉണ്ടാക്കുന്നത്. ഞാനത് തപ്പി ആ വില്ലേജിൽ തന്നെ പോയി നോക്കിയപ്പോൾ ഗൈസ്, ഞാൻ അന്ന് പോയി നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം പുതിയ അതിൻ്റെ വേറൊരു അപ്ഡേഷൻ ഇട്ടാന്ന് എഴുതിങ്ങാണ്ട് വന്ന് നോക്കിയപ്പോൾ അപ്ഡേഷൻ ആയപ്പോൾ എന്താ സിറ്റി വല്ലതും ഉണ്ട് ഇവിടെ. വേണ്ട, ഏൻഷ്യൻ സിറ്റിയാണ്. രണ്ട് പെട്ടി വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും. 2 പെട്ടി വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും. 2 പെട്ടികൾ ഇങ്ങനെ അടുക്കിന് ഇങ്ങനെ വെക്കാൻ സ്ഥലം ഉണ്ടാവും. ഇവിടെ ആവശ്യം ആകുമ്പോൾ അയാളെത്താൻ മതി. അതിൻ്റെ ഉള്ളിൽ വെച്ചാണ് കൂടെ ഉണ്ടാക്കണം. അതായി, ഇനി അതങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ ഒരു
ബ്ലോക്ക് ഉണ്ടാക്കാനായിരുന്നു. ആവശ്യമുണ്ടാകുന്ന സ്മെൽറ്റ് ചെയ്താൽ മതി. ഒരു ബ്ലോക്ക് ഒരു കോപ്പർ ബ്ലോക്ക്. ബാക്കി 6 അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിരിക്കും. ഇനി കാർവ്ഡ് പംകിന് വെക്കണം. ഇവിടെയാണ് നമ്മുടെ റോബോട്ടിൻ്റെ സ്ഥലം. കാർവ്ഡ് പംകിന് ഉണ്ട്. അപ്പം പംകിൻ കിട്ടും. ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ആറിനൊക്കെ മതി. ബാക്കി അതിൻ്റെ ഉള്ള പൈസ മറ്റേ ഷെയർ ഒന്ന് മതി. ഷെയർ അതിൻ്റെ ഉള്ളൊക്കെ അപ്പോൾ അത് റെഡിയായി. ചിട്ടി റോബോട്ട് റെഡി. റോബോട്ട് റെഡി. നമുക്ക് സാധനങ്ങൾ മാറ്റാം ഗൈസ്. ആദ്യം ഇത് ബ്രേക്ക് ചെയ്യാം. എത്ര സാധനങ്ങളൊക്കെ ഒരു പിക്കാസിൻ്റെ ഓർമ്മയുണ്ട്. ഇനി എന്താ ഞാൻ കേൾക്കണം. പിന്നെ മൈനിങ് ഐറ്റംസ് ഫുള്ളും ഇതിലെടുക്കട്ടെ. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്തോക്കാം. മൈൻ ചെയ്ത ഐറ്റംസ് പിന്നെ വേറെന്താ, പിന്നെ ഇങ്ങട്ടാളും ഇരിക്കട്ടെ. ഇത് ഞാൻ ഇവിടെ വെച്ചാണ്ട് ഇവിടെ ഇതും തിരിയിരിക്കട്ടെ. ഇത് ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നാളെ ചിലപ്പോൾ വീഡിയോ വരാൻ ചാൻസുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഫുള്ളും ചെസ്റ്റുകൾ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കത് മാറ്റിയിടാം. കണ്ടോ, ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ ചെസ്റ്റും കൂടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ലാഡറും വെച്ചു. മോബ് ഫാം ഒന്നാദ്യം ചെന്ന് നോക്കേണ്ടി വരും. നമുക്ക് ഒന്നാദ്യം ചെന്ന് നോക്കാം. മേടക്കിലൊരു ലാഡറും കൂടി സെറ്റ് ചെയ്യട്ടെ. പിക്കേക്സ് നമുക്ക് ആ സ്വീപ്പിംഗ് അടിച്ച് കൊടുക്കണം ഗൈസ്.
ഇവിടെ വെച്ചുകൊണ്ട് അയ്യോ ഇല്ല പിന്നെ വെജ് ഇതൊന്നും എടുക്കുക. ഞാൻ മേലെ എത്തിയിട്ട് കാണിച്ചിരുന്നു കയറുന്നില്ലേ. കഴിഞ്ഞോ? അതില്ലല്ലോ. കഴിഞ്ഞു. ഞാൻ അവിടെ പെട്ടേ ഞങ്ങളായിരുന്നു. ഞങ്ങൾ പെട്ടിട്ടൊന്നുമില്ല. പിന്നെ 4 ഇതായിട്ട് എന്തൊക്കെയുണ്ട് ഗൈസ് അലറിക്കൊണ്ട്. പോയി 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 വെക്ക് 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 ഇവിടെ തീരാന്തടിച്ചിട്ടുണ്ട്. അയ്യോ ബക്കറ്റ് വെജ്. അപ്പോൾ ഗൈസ് വീഡിയോ എത്ര ഉള്ളൂ. കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ. നാളെ കാണാം.